ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റേഞ്ചിൽ നിന്ന് തട്ട് റിവേഴ്സിൽ വരുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ ഒറ്റ ലോട്ടിൽ ചെറിയൊരു എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. വലിയ ക്യാപിറ്റലൊന്നും യൂസ് ചെയ്യാതെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഇത് ഞാൻ ചെയ്യുന്നത്. ഏകദേശം അറ്റ് മണിയാണ് എടുക്കുന്നത് ഞാൻ. മണി ആണ് സാധാരണ എടുക്കുക ഞാൻ. പക്ഷേ ഇന്ന് എക്സ്പയർഡ് ആയതുകൊണ്ട് മാത്രം കിട്ടുകയാണെങ്കിൽ ഒരു 0 to 0 ആ റേഞ്ചിലുള്ള ആ ഒരു വ്യൂയിലുള്ളൊരു ട്രേഡാണ്, അല്ലാതെ നോർമലായിട്ടുള്ള ട്രേഡല്ല. അപ്പോൾ ഇന്ന് ക്യാപിറ്റലും ചെറിയൊരു യൂസാണ്, അതായത് 3K അടുത്ത യൂസ് ചെയ്യുന്നുള്ളൂ. 2.5K അടുത്ത യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് അത്രയോ പോകാനുള്ളത്, നമുക്ക് ചെറിയൊരു രീതിയിൽ പോയാൽ മതി. കിട്ടുകയാണെങ്കിൽ ഏകദേശം അത് 2.5K എന്നുള്ളത് ഏകദേശം ഒരു 10K അടുത്തോളം, അതായത് നമുക്ക് എടുക്കുമ്പോൾ മിനിമം നമ്മളൊരു 5K അടുത്തെങ്കിൽ നമ്മൾ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ മാർക്കറ്റ് പോയിട്ട് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ആ റേഞ്ചിലൊക്കെ ഏകദേശം 2x 3x അടുത്തോളം ഏകദേശം വരും, എന്തായാലും ഉറപ്പായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. എക്സ്പയറി ആയതുകൊണ്ടാണ് ചെറിയ ലോട്ടിൽ എൻട്രി എടുത്തിരിക്കുന്നത്. സീപ്പറുടെ തട്ടിട്ട് റിവേഴ്സിൽ പോകുന്ന പോലെയാണ് എനിക്ക് എൻ്റെ ഒരു വ്യൂവിൽ ഇപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. മേലെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് മെയിനായിട്ട് അവിടെ നിന്ന് ഇപ്പോഴത്തെ ഉള്ള മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് അതൊന്നും ഇഷ്യൂ ആക്കാതെ നമുക്ക് മുകളിലോട്ട് തന്നെ പോവും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണോ ടാർഗറ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, എന്തായാലും മാർക്കറ്റ് ഇവിടെ നിന്ന് സൈഡ് വേസിൻ്റെ ഒരു ലക്ഷണമാണ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ വന്നിട്ടില്ല, പക്ഷേ എന്നാലും നമുക്ക് പ്രീമിയത്തിൽ നല്ല രീതിയിൽ ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റേഞ്ചിന് ഇപ്പോൾ ഈ ഉള്ള സിറ്റുവേഷനിൽ മുകളിലോട്ട് പോകുന്നുള്ള വ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊരു പൊസിഷൻ ഹോൾഡാക്കിയിരുന്നത്. ഏകദേശം നമുക്ക് 11 പോയിൻറ്റ്സിൽ, അതായത് ഏകദേശം ഇപ്പോൾ തന്നെ നമുക്ക് 40% ലോസാണ്. അപ്പോൾ ഈ റേഞ്ചിൽ നമുക്ക് മുകളിലോട്ട് പോകുന്നുള്ള എൻ്റെ വ്യൂ ഇപ്പോഴും ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എക്സിറ്റ് ആകാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വ്യൂ ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് പോയിട്ടില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന പോലെ ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മാർക്കറ്റ് ഇനിയൊരു കുറച്ചും കൂടെ കളിച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പ്രീമിയം ഒന്നുമില്ലാതായി പോവും. ഇപ്പം തന്നെ നല്ല രീതിയിൽ 60% അടുത്തോളം നമുക്ക് 60 അല്ല 70% അടുത്തോളം നമുക്ക് ലോസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 30 റുപ്പീസ് വാങ്ങിച്ചത് ഇപ്പോൾ 12-13 ആ റേഞ്ചേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ അതാണ്. ഇപ്പോൾ നോർമൽ ഡേ ആണെങ്കിൽ നമുക്ക് ഇപ്പോഴും അവിടെ നിന്നൊരു 25 അല്ലെങ്കിൽ 23 ആ റേഞ്ചിൽ നമുക്ക് ഇപ്പോഴും ഉണ്ടാവുള്ളൂ. ഇന്ന് എക്സ്പയർ ചെയ്തുകൊണ്ട് അത് 0ക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ നമുക്ക് ഇനി അവിടെ നിന്ന് സൈഡ് വൈസ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് ഇവിടെ നിന്ന് എക്സിറ്റ് ആക്കാം. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ക്യാപിറ്റൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യാതെ, നമ്മൾ 10K ഫുള്ള് യൂസ് ചെയ്യാതെ എക്സ്പയറി ഡേയിൽ നമുക്ക് ചെറിയൊരു ലോട്ടിൽ ഞാൻ എൻട്രി എടുത്തത്. നമുക്ക് അല്ലെങ്കിൽ വേറെ ഏത് എൻട്രി എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ എക്സ്പയറിയിൽ നമുക്ക് ചെറിയ ക്യാപിറ്റൽ മതിയാവും വലിയ പ്രോഫിറ്റ് എടുക്കാൻ. അതുകൊണ്ടാണ് ഈ 2.5K വെച്ച് നമുക്ക് ചെറിയൊരു ലോട്ട് എടുത്ത് അറ്റ് മണിയിലെടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി. അത്യാവശ്യം നമ്മുടെ ടാർഗറ്റും കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പക്ഷേ ഈ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും എൻ്റെ പ്രീമിയം, ഞാൻ എടുത്ത പ്രീമിയം വന്നിട്ട് ഏകദേശം ഞാൻ ഇറങ്ങിയത് പറഞ്ഞുതരാം, ഒരു സെക്കൻഡ്. അപ്പോൾ ഞാൻ ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ തന്നെ എൻ്റെ പ്രീമിയം വന്നിട്ട് നമുക്ക് ഏകദേശം 8 ആ റേഞ്ചിലേക്ക് ആയി. അപ്പോൾ 8 രൂപ അല്ലെങ്കിൽ അതിലും താഴത്തേക്ക് ആയി. അപ്പോൾ പിന്നെ ഞാനത് വെച്ചിരുന്ന് കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ നിന്ന് വീണ്ടും പിന്നെയും ഇത് കണ്ടിന്യൂഷൻ ചെയ്യുന്ന ഇടയ്ക്കൊന്ന് പിന്നെ താഴെ വന്ന്, അപ്പോൾ മുകളിലോട്ട് കയറുന്ന ടൈമിലൊക്കെ നമുക്ക് ആ പ്രീമിയം വന്നിട്ട് 6-7 ആ റേഞ്ചിലേക്ക് തന്നെ ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതിന് ശേഷം അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോൾ തന്നെ 30 രൂപയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് ഡൗണിലേക്ക് വരുമ്പോഴേക്കും
മേലെ വന്ന് ഡൗണിലേക്ക് പിന്നെ ഇവിടേക്ക് എത്തുമ്പോഴേക്കും അത് 0 ആയി. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഇന്ന് മാർക്കറ്റുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു എക്സ്പയറി ഡേയിൽ നമുക്ക് കളിക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കറക്റ്റ് എൻട്രി എടുത്ത ശേഷം കറക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്കത് അതിൻ്റെ എക്സ്പീരിയൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ലോസാണ് എപ്പോഴും എക്സ്പയർ എടുക്കുമ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം എടുക്കാൻ. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് സെല്ലേഴ്സിനാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആക്കാനുള്ളതേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സിന് നമ്മുടെ ഈ പ്രീമിയം ഡീക്ക് ആവുന്നെല്ലാം സെല്ലേഴ്സിന് അത് പ്രോഫിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ ഈ റേഞ്ചിലൊക്കെ എടുത്തവർക്ക് ഏകദേശം ഈ റേഞ്ചിലൊക്കെ എടുത്ത് മാർക്കറ്റ് ഓപ്പൺ ആയത് എടുത്തവർക്കൊക്കെ ഏകദേശം ഒരു 200 രൂപയിൽ എടുത്തവർക്ക് ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ അത് നല്ല രീതിയിൽ പ്രോഫിറ്റായി. ഏകദേശം അത് 200 എന്നുള്ളത് 50 രൂപയ്ക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 50, 60, 40, 30 റേഞ്ചിൽ വരുമ്പോൾ തന്നെ അവർക്ക് അതൊരു പ്രോഫിറ്റായി, നല്ല രീതിയിൽ പ്രോഫിറ്റായി. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വെച്ചിരിക്കുന്നവരെല്ലാം അറ്റമണി എടുത്തവർക്ക് ഇവിടെ നിന്ന് എടുത്തവർക്കൊക്കെ മേലെ പോയിട്ട് വീണ്ടും ചെറിയ താഴെ വരുമ്പോഴേക്കും അപ്പോഴും പ്രോഫിറ്റ് തന്നെയാണ്, അത് ലോസ് വരാനില്ല. അത് 0യിലേക്ക് പോകുന്ന സാധനമാണ്. അപ്പോൾ അത് 30 രൂപ കൊടുത്ത് വാങ്ങിച്ചവർക്ക് അത് പ്രോഫിറ്റ് തന്നെയാണ്. 30 രൂപ വാങ്ങിച്ചവർക്ക് 30 രൂപയും പ്രോഫിറ്റ് തന്നെയായിട്ട് മാറും. അപ്പോൾ സെല്ലേഴ്സിന് ഉണ്ടാക്കുന്നത് അവർക്ക് സെല്ലേഴ്സിന് ഇതുപോലെ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് എവിടേക്കും പോകാതിരുന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സിന് പ്രോഫിറ്റാണ്. പക്ഷെ നമുക്ക് ബയ്യേഴ്സിന് എപ്പോഴും ലോസ് ആണ്. നമ്മുടെ എക്സ്പയറി ഡേയിൽ എപ്പോഴും ലോസാണ് നല്ല രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ മണി മാനേജ്മെൻറ്റ് ചെയ്തിട്ട് ലോട്ടുകൾ കുറച്ചിട്ട് നമുക്ക് ലോസ് സാധാരണ നമ്മൾ ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് ലോസ് മാക്സിമം വരാനുള്ളത് ആ ലോസ് നമുക്ക് വരാനുള്ള ലോസ് നമുക്ക് അതും ക്യാപിറ്റലായി വെച്ചിട്ട് അതിന്ന് പിന്നെ ലോസ് ആക്കാം. അപ്പോൾ നമുക്ക് ലോസ് വരാനുള്ള 3Kൻ്റെ അടുത്ത് വരെയൊക്കെ നമുക്ക് ലോസ് മാക്സിമം പോയി 30% ലോസ് വരുള്ളൂ. അപ്പോൾ ആ സാധനമാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ടാണ് നമുക്ക് അതിലൊരു 1000 രൂപീസ് നമുക്ക് സാധാരണ എപ്പോഴും ചെറിയ ലോസ് വരുമ്പോൾ ഉള്ള ലോസ് വരുന്ന പോലെ ഉള്ള ലോസ്. അപ്പോൾ അതൊരു നമുക്ക് അതാണ് മണി മാനേജ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് നമുക്ക് വലിയ ലോസിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് 10K ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ആ ഒരു ഉണ്ടാക്കിന് ഏകദേശം 50-60% ലോസ്. അപ്പോൾ 10Kന്ന് 6K നമുക്ക് ലോസായി. അപ്പോൾ എന്തായി അർത്ഥം? അപ്പോൾ നമുക്ക് 4K ബാക്കിയുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ ഇത്രയും ദിവസം നമ്മൾ 6K അല്ലെങ്കിൽ 7K അല്ലെങ്കിൽ 10K ഉണ്ടാക്കിയവർക്ക് അപ്പോൾ ബാക്കി 4K ഉള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ കൊണ്ട് കളയാണ് എക്സ്പയറി ഡേയിൽ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ഒഴിവാക്കാനാണ് ഞാൻ ഇതുപോലുള്ള മണി മാനേജ്മെൻറ്റ് ചെയ്തിട്ട് എക്സ്പയറി ദിവസം നമുക്ക് ഒരുപാട് ആക്രാന്തം കാണിക്കാതെ വേണ്ട പോലെ നോർമലായിട്ട് സിമ്പിളായിട്ട് ട്രേഡ് എടുത്ത് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പ്രോഫിറ്റ് എപ്പോഴും തരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തെടുക്കുക. എക്സ്പയറി ദിവസം തന്നെ നമുക്ക് പ്രോഫിറ്റ് എടുക്കണമെന്നില്ല. എല്ലാ ദിവസങ്ങളും നമുക്ക് പ്രോഫിറ്റ് ഇതുപോലെ ഡെവലപ്പ് ആക്കി തരും. അപ്പോൾ ആർക്കും താഴെ നിന്ന് ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഇവിടെ വന്ന് എക്സിറ്റ് ഒരാളാവില്ല. അപ്പോൾ അതുപോലെ വെക്കണമെങ്കിൽ ബോധമില്ലാതെ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ആ എൻട്രി എടുത്തതേ മറന്നിട്ട് പോണവർക്ക് അല്ലെങ്കിൽ നോക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് ഇവിടെ കിട്ടുകയുള്ളൂ. അത് ഇന്നലത്തെ ദിവസം തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവണം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്തോ ലോട്ടറി അടിക്കുന്ന പോലെ എടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ഇപ്പോൾ ഇന്നലെ എടുത്തവർക്ക് വീണ്ടും ഇന്ന് ഇവിടെ നിന്ന് നമുക്ക് മേലോട്ട് പോകുന്നു അല്ലെങ്കിൽ താഴോട്ട് വരുന്നു പറഞ്ഞിട്ട് എടുത്തവർക്ക് എന്തായിരിക്കും അവസ്ഥ? പിന്നെ വൈകുന്നേരം വന്ന് നോക്കുമ്പോഴേക്കും അവരുടെ പ്രീമിയം മൊത്തം തിന്ന് ഭണ്ഡാരം നമുക്ക് ഉള്ള ക്യാപിറ്റൽ ഫുള്ള് വാനിഷാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോക്കിയിട്ട് എപ്പോഴും നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നതാണ്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി വരുന്ന ദിവസം മാത്രം നമുക്ക് നോക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് ലോസ് തന്നെയാണ്, 1K ലോസാണ്. അപ്പോൾ എന്തായാലും ഞാൻ നാളെ മുതൽ നമുക്ക് ലൈവായിട്ട് തന്നെ ഇരുന്ന് ചെയ്യാം. ലൈവായിട്ട് ട്രേഡ് റൺ ചെയ്യാൻ വിടുന്നതാണ്. ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ലൈവായിട്ട് ഞാൻ എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയാണ്, എൻ്റെ വ്യൂവിൽ എന്താണ് വരുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കി ലൈവ് കണ്ടിട്ട് താല്പര്യമുള്ളവർ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ഞാൻ എടുക്കുന്ന ട്രേഡ് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ നിങ്ങൾക്കും അവിടുന്ന് ട്രേഡ് എടുക്കാം.
അല്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി നാളെ നമുക്ക് നോക്കിയിട്ട് എൻ്റർ എടുക്കാം.